സ്കൂൾ 5ാമത്തെ അസൈൻമെൻറ്റിൽ നമുക്ക് 3 സെറ്റ് ചോദ്യങ്ങളാണ് തന്നിട്ടുള്ളത്. അതിലത്തെ ഏതെങ്കിലും ഒരു സെറ്റിലെ ചോദ്യം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ ഇതിൽ നമുക്ക് ഇങ്ങനെയാണ് 3 സെറ്റ് ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇംഗ്ലീഷിലുണ്ട്, അതിൻ്റെ മലയാളത്തിലുണ്ട്. അപ്പോൾ ഇതിൽ ഫെറ്റും ജി കോംപ്രസും ആണ് ഇപ്പോൾ ഇതിൽ ചെയ്യുന്നത്. ആദ്യം അതിൽ പാർട്ട് 1 പറയുന്നത് സർക്യൂട്ട് നിർമ്മാണം, അതായത് ഒരു സർക്യൂട്ട് നമുക്ക് ഉണ്ടാക്കിയിട്ട് ഇതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കലാണ്. ഈ ഒരു ഫെറ്റിലും ജി കോംപ്രസിലും മുഴുവനും സ്ക്രീൻഷോട്ടുകളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ ആദ്യം തന്നെ ഇതിൽ പറഞ്ഞ പോലെ രജിസ്റ്റർ നമ്പർ _അസൈൻമെൻറ്റ് _M5 _set3 എന്നൊരു ഫോൾഡർ നമ്മൾ ഉണ്ടാക്കണം. ഇതേപോലൊരു ഫോൾഡർ നമ്മൾ എവിടെയെങ്കിലും ഉണ്ടാക്കി വെക്കണം. എന്നിട്ട് അതിൽ ആദ്യം തന്നെ ഫെറ്റിലെ സർക്യൂട്ട് കൺസ്ട്രക്ഷൻ കിറ്റ് DC വെർച്വൽ ലാബ് എന്നുള്ള ആ ഒരു ഇത് തുറക്കണം. അപ്പോൾ അതിന് ആദ്യമായിട്ട് തന്നെ ഫെറ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ചിലപ്പോൾ ഫെറ്റിൽ ഇങ്ങനെ ഒരു ഇത് വരും, ഫോഴ്സ് കിറ്റ് എന്നുള്ളൊരു ഇത് വരും. അപ്പോൾ ഒന്നില്ലെങ്കിൽ നിങ്ങൾക്കത് ക്ലോസ് ചെയ്തിട്ട് ഒന്നും കൂടി ഓപ്പൺ ചെയ്യാം, അല്ലെങ്കിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രാഷ് ആവാതെ ഇങ്ങനെ വരുന്നതായിരിക്കും. ഇതിൽ പറഞ്ഞിരിക്കുന്നത് സർക്യൂട്ട് കൺസ്ട്രക്ഷൻ കിറ്റ് DC വെർച്വൽ ലാബാണ് നമുക്ക് ഓപ്പൺ ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ ഓപ്പൺ ചെയ്യാം. പിന്നെ ഫെറ്റ് ചെയ്യുമ്പോൾ വൈഫൈ കണക്റ്റഡ് ആണെങ്കിൽ അതും ഇത് ഇങ്ങനെ ക്രാഷ് ആവാൻ കാരണമാണ്. അപ്പോൾ അത് ഡിസ്കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി എളുപ്പമായിരിക്കും. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ബ്രൗസറിൽ ഇങ്ങനെ ഓപ്പൺ ആയിട്ട് വരും. അപ്പോൾ ആദ്യത്തെ ചോദ്യം പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇതേപോലെ സർക്യൂട്ട് ഉണ്ടാക്കാനാണ് ആദ്യം പറയുന്നത്. സോ അതിന് ആദ്യമായി നമുക്ക് ബൾബ്, ആവശ്യമായ ബാറ്ററി, സ്വിച്ച്, വയർ എന്നിവ ഇവിടെ നിന്ന് എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യാം. ഇതേപോലുള്ള സർക്യൂട്ട് ഉണ്ടാക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. പിന്നെ അതിന് നമുക്ക് അതിൻ്റെ വോൾട്ട്, അതായത് ഈ ഒരു വോൾട്ട് മീറ്റർ എടുത്തിട്ട് അതിൻ്റെ എത്ര വോൾട്ട് വ്യത്യാസം എത്ര വോൾട്ട് എന്ന് വ്യക്തമാക്കുന്ന വിധം സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിനാദ്യം നമ്മൾ വോൾട്ട് മീറ്റർ എടുത്തിട്ട് ഇവിടെ പ്ലേസ് ചെയ്യണം. ആ ഒരു ചിത്രത്തിൽ കാണുന്ന പോലെ തന്നെ ഇമേജ് ക്രിയേറ്റ് ചെയ്തിട്ട് വേണം ചെയ്യാൻ. ഒരു നീഡിൽ ഒരറ്റത്തും മറു നീഡിൽ വേറൊരറ്റത്തും വെച്ചിട്ട് സ്വിച്ച് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വോൾട്ട് മീറ്ററിൽ 9 വോൾട്ട് എന്നുള്ള ഇത് കാണാം. അപ്പോൾ നമ്മൾ സ്ക്രീൻഷോട്ട് എടുക്കണം. സ്ക്രീനിൽ നിലയിൽ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സർക്കിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ സ്ക്രീൻഷോട്ട് ആവുന്നതായിരിക്കും. പിന്നീടത് നമ്മുടെ പിക്ചേഴ്സിൽ സ്ക്രീൻഷോട്ട് എന്നുള്ള ഫോൾഡറിൽ നമുക്ക് കാണാൻ സാധിക്കും.
അത് റീനെയിം ചെയ്യേണ്ടതാണ്. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത് circuit_1 എന്നുള്ള പേരിൽ അത് റീനെയിം ചെയ്യാനാണ്. ആ ഒരു ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഇനി അടുത്തത് പറയുന്നത് ഇതിൽ സർക്യൂട്ടിൽ 10 ഓം എന്നുള്ള പ്രതിരോധം കൊടുക്കാനാണ്, അതായത് റെസിസ്റ്റർ അതിൽ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ അതിനാദ്യം ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് ഈ ഒരു സിസറിൻ്റെ ചിഹ്നം അമർത്തി കഴിഞ്ഞാൽ അതവിടെ കട്ടാവുന്നതായിരിക്കും. എന്നിട്ട് ആ ഒരു വയർ നമുക്ക് ചെറുതാക്കാം. ദെൻ ആ ഒരു റെസിസ്റ്റർ സൈഡിൽ നിന്ന് റെസിസ്റ്റർ എടുത്തിട്ട് അത് കൃത്യമായിട്ട് പ്ലേസ് ചെയ്യാം. ആ റെസിസ്റ്ററിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കാണാം ഇവിടെ 10 ഓം ആണ് അതിൽ കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് കൃത്യമായിട്ട് ആ ഒരു വോൾട്ടേജ് എത്രയാണ് എന്നുള്ളത് കാണത്തക്ക വിധം ഒരു സ്ക്രീൻഷോട്ട് എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് സർക്യൂട്ട് 2 എന്ന് അതിന് പേര് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. സോ ആ ഒരു സ്ക്രീൻഷോട്ട് നമ്മൾ എടുത്ത സ്ക്രീൻഷോട്ടിന് സർക്യൂട്ട് 2 എന്നുള്ള പേര് കൊടുത്തിട്ട് അത് നമ്മൾ ആ ഒരു ഫോൾഡറിലേക്ക് സേവ് ചെയ്യേണ്ടതാണ്. ഇനി അടുത്തായിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നത് റെസിസ്റ്ററുടെ ഓം 30 ഓം ആയിട്ട് മാറ്റാനാണ് പറയുന്നത്. അപ്പോൾ അതിന് റെസിസ്റ്റർ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് കാണാം 10 ഓം എന്നുള്ളത്. ഈ ഒരു ബ്ലൂ ഐക്കൺ സ്വിച്ച് പിടിച്ചിട്ട് ഫ്രണ്ടിലോട്ട് ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്കതിൽ ഓമിൻ്റെ ഡിഫറൻസ് കാണാം. 30 ആകുമ്പോൾ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ വോൾട്ടേജ് 2.25 ആയിട്ട് നമുക്ക് കാണാം. അതിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് എടുക്കുക. എന്നിട്ട് ഇതിൻ്റെയൊക്കെ സാമ്പിൾ ഇതിൽ തന്നിട്ടുണ്ട്, ഇതന്നെയല്ലേ എന്ന് കൃത്യമായിട്ട് ഒന്ന് ക്രോസ് വെരിഫൈ ചെയ്യണം. സർക്യൂട്ട് 3 എന്നാണ് അതിൽ സേവ് ചെയ്യേണ്ടത്. സോ ആ ഒരു പിക്ചർ സ്ക്രീൻഷോട്ട് എടുക്കാം. എന്നിട്ട് അതിന് റീനെയിം ചെയ്യാം. സർക്യൂട്ട് 3 എന്ന് റീനെയിം ചെയ്തിട്ട് ഇവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് ആ ഒരു ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് ഫെറ്റിലെ തന്നെ പാർട്ട് 2 ആ ഒരു ഇത് കഴിഞ്ഞ് നമ്മുടെ സർക്യൂട്ടിൻ്റെ ആക്ടിവിറ്റി കഴിഞ്ഞ് നമുക്ക് അടുത്ത ആക്ടിവിറ്റിയാണ് ചെയ്യുന്നത്. അതിൽ ജിയോമെട്രിക് ഒപ്റ്റിക്സ് ബേസിക്സ് എന്നുള്ള ഫോൾഡർ നമുക്ക് തുറക്കണം. ഇത് നമുക്ക് ആവശ്യമില്ലാതെ ക്ലോസ് ചെയ്യാം. നമുക്ക് അതിൽ തന്നെ ഫിസിക്സിൽ തന്നെയാണ് അത് കാണുന്നത്. ജിയോമെട്രിക് ഒപ്റ്റിക്സ് ബേസിക്സ് എന്നുള്ളതിൽ അത് ഓപ്പൺ ചെയ്യാം. എന്നിട്ട് അതിൽ ലെൻസ് എന്നുള്ളത് എടുക്കാം. എന്നിട്ട് ക്വസ്റ്റ്യനിൽ പറയുന്നുണ്ട് ആദ്യമായിട്ട് നമുക്കത് ചെയ്യേണ്ടത് ഒബ്ജക്റ്റ് എന്നുള്ളതിനെ ആരോ ആക്കുക എന്നുള്ളതാണ്. ഇതിവിടെ ഒബ്ജക്റ്റ് ഇവിടെ ഒരു പെൻസിൽ എന്നുള്ളൊരു ഇതുണ്ടാവും, അതിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആരോ ആക്കി മാറ്റാൻ പറ്റുന്നതാണ്. അത് കഴിഞ്ഞിട്ട് ഫോക്കൽ ലെങ്ത് 2f വെർച്വൽ ഇമേജ് ലേബൽസ് എന്നിവ ടിക്ക് ചെയ്ത് ദൃശ്യമാക്കുക. അതിൽ ഇവിടെ നമുക്ക് കാണാം ഫോക്കൽ ലെങ്ത്തും വെർച്വൽ ഇമേജും ഓൾറെഡി ടിക്ക് ചെയ്തിട്ടുണ്ട്. 2fഉം ലേബൽസും ടിക്ക് ചെയ്യാം. എന്നിട്ട് ഫോക്കൽ ലെങ്ത്ത് 100 സെൻറ്റിമീറ്ററായി ക്രമീകരിക്കുക. സോ നമുക്ക് ഫോക്കൽ ലെങ്ത്ത് ഇവിടെ 80 സെൻറ്റിമീറ്റർ ആയിട്ട് കാണാം. നമുക്ക് ആ ഒരു ഇത് ഡ്രാഗ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 100 സെൻറ്റിമീറ്റർ ആക്കാൻ പറ്റുന്നതാണ്. 100 സെൻറ്റിമീറ്റർ ഒക്കെ അവിടെ നിർത്താം. എന്നിട്ട് നെക്സ്റ്റ് റേസ് മാർജിനലാണെന്ന് ഉറപ്പ് വരുത്തുക. ഓൾറെഡി റേസ് എന്നത് മാർജിനലായിട്ടാണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്.
അടുത്തതായിട്ട് ഒബ്ജക്റ്റ് ആരോയുടെ സ്ഥാനം 2Fലേക്ക് മാറ്റാനാണ് പറയുന്നത്. അതിൽ ഒബ്ജക്റ്റ് ക്ലിക്ക് ചെയ്യാം, എന്നിട്ട് അതിന് നേരെ 2Fലേക്ക് പ്ലേസ് ചെയ്യാം. ഓക്കെ, ഇതെല്ലാം ചെയ്തു കഴിഞ്ഞ് ഇതിന് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് geometric_optics എന്നുള്ള പേരിൽ സേവ് ചെയ്യാനാണ് പറയുന്നത്. സ്ക്രീൻഷോട്ട് എടുക്കാം, എന്നിട്ട് അതവിടെ നിന്ന് കട്ട് ചെയ്തിട്ട് നമ്മുടെ ഫോൾഡർ ഏതാണോ അതിലേക്ക് പേസ്റ്റ് ചെയ്യാം. ഈ ഒരു സാമ്പിൾ എപ്പോഴും ശ്രദ്ധിക്കണം, കാരണം ഇതിലത്തെ പോലെ ആയിരിക്കണം നമ്മൾ എടുക്കുന്ന സ്ക്രീൻഷോട്ട് ഉണ്ടാവേണ്ടത്. ഇനി അടുത്തത് G-Commerce ആണ്. ഫെറ്റിൻ്റെ ആക്ടിവിറ്റി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്.